ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഞാൻ ഈവനിങ് തൂക്കാനൊക്കെ ഇറങ്ങിയ സമയം കൊണ്ട് ഇവന്മാർ രണ്ടുപേരും തുറന്നു വിടും. കാരണം നമ്മുടെ ലിയോനെ അറിയാലോ, തുറന്നു വിട്ട് കഴിഞ്ഞാൽ അങ്ങ് പെരയിടങ്ങൾ തോറും കയറി ഇറങ്ങി വല്ലതും കഴിച്ചതാ. ഇപ്പം തന്നെ വായിക്കാത്തൊരു കുപ്പി ഇരിപ്പുണ്ട്. ആ കുപ്പിയുടെ അടപ്പം ഓൾറെഡി തിന്നു കഴിഞ്ഞു. അടുത്ത കുപ്പിയും കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അത് വാങ്ങിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തരും, പിന്നെ അവൻ കളി മൂടിലങ്ങ് നിൽക്കുക, എടുത്തെറിഞ്ഞു കൊടുക്കുക, തിരിച്ചെടുത്തൊരു അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ കമ്പും കൊണ്ടും ചുമ്മാ വിരട്ടി വാങ്ങിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൻ തരത്തില്ല കേട്ടോ. അവൻ ഈ തൂങ്ങി പിടിച്ചിരിക്കുന്നുണ്ട്, എത്ര പിടിച്ചിട്ടും വരുന്നില്ല. അവനങ്ങ് കളിച്ചോളാൻ വയ്യാതിരിക്കില്ല. കാരണം കുറേ നാളായി ഇവനിങ്ങനെ തുറന്നു വിട്ട് കുപ്പിയൊക്കെ എറിഞ്ഞ് കൊടുത്ത് കളിക്കുകയും ബോളൊക്കെ എറിഞ്ഞെടുത്ത് കളിക്കുകയും അങ്ങനെ ചെയ്യും. അതൊന്നും ചെയ്തിട്ട് കുറേ നാളായി. അതുകൊണ്ട് ഇന്ന് അവൻ അങ്ങ് മുതലെടുക്കുകയാണ് കേട്ടോ. അപ്പം നേരത്തെ ഇതുപോലെ കുപ്പി അമ്മ ഇവൻ കടിക്കുന്നുണ്ട്. അപ്പം അമ്മ പിടിച്ച് വാങ്ങിക്കാൻ നോക്കിയപ്പം നമ്മുടെ റൂണി ഇവിടെ നോക്കി നിൽപ്പുണ്ട് കേട്ടോ. അപ്പം ഇവ എല്ലാവരും കൂടി കുപ്പി വലിക്കുന്നത് എന്താന്ന് നോക്കിയിട്ട് ഇവൻ വന്ന് ചാടി ഒരു ഓടി പിടിച്ചപ്പം അവൻ വിട്ടിട്ട് പെട്ടെന്നൊക്കെ പൊക്കളഞ്ഞു. അപ്പം ഇതിപ്പം വീണ്ടും റൂണി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവൻ കുപ്പി വിടുന്നില്ലേ, ഇവനെ കൊടുക്കണോ എന്നൊക്കെ നോക്കി ഇങ്ങനെ റോണി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. റോണി എന്ന് വെച്ചാൽ അങ്ങനെ സൈലന്റ് ആണ് കേട്ടോ ആള്. പിന്നെ ഇത് കണക്ക് എന്തെങ്കിലുമൊക്കെ ഡേഞ്ചറൊക്കെ ഇവൻ ഡേഞ്ചർ സോണിലെന്ന് പറയുമ്പോൾ ഇവൻ പ്രതികരിച്ചു തുടങ്ങും. അങ്ങനെ നേരത്തെ കുപ്പി എടുത്തു വെച്ചപ്പോൾ അവൻ കുരച്ചപ്പോൾ ഇട്ടിട്ട് ഓടിക്കളഞ്ഞു. അപ്പോൾ അതാ വീണ്ടും അതും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ കുറേ നേരം വാങ്ങിക്കാൻ ശ്രമിച്ച്, പിന്നെ കുറച്ച് നേരം കൊണ്ട് നടന്നിട്ട് തരും. എന്നെ കണ്ണ് തപ്പി അവൻ കടിച്ച് തിന്ന് കളയും. എന്ത് വേണോ കഴിക്കണ്ടേ, ഞാനങ്ങനെ മാറുമ്പോൾ അതും കൊണ്ടങ്ങ് നടക്കുക. റൂണിയുടെ പിറകെ നടക്കുന്നുണ്ട്. കളിക്കാൻ വേണ്ടിയാണ്, ആരെങ്കിലും എടുത്ത് എറിഞ്ഞു കൊടുക്കാൻ വേണ്ടി നോക്കി നടക്കുക. ഇവിടെ പിന്നെ അങ്ങനെയൊന്നുമില്ല. പാവം എൻ്റെ കുട്ടിയാണ് കേട്ടോ റോണി. അവൻ വിളിച്ചാൽ നമ്മളെ കൂടെ നടന്നോളും. അവൻ ഇച്ചിരി ഏജ് ചെയ്യാൻ പറഞ്ഞല്ലോ, 19 വയസ്സായി. 9 അല്ല, 10 11 വയസ്സായത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിടിച്ചാലും കണ്ണ് കാഴ്ച ഇച്ചിരി കുറവാണ്, ചെവിയൊക്കെ കിട്ടി കേൾവി കുറവൊക്കെ ഉണ്ട്. എന്നാലും നമ്മളെ കൂടെ നടക്കും കേട്ടോ. ഭയങ്കര സ്നേഹമാണ് നമ്മുടെ അടുത്തൊക്കെ. കുറേയും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഭയങ്കര കാര്യമായിട്ട് നടക്കും. നമ്മൾ എന്ത് ചെയ്താലും ഇങ്ങനെ വന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, ഒന്നും ചെയ്യത്തില്ല. മറ്റവർ നമുക്ക് ഇങ്ങനെ ഇരുത്തി സ്നേഹിക്കാൻ പറ്റത്തില്ല. അവൻ ഹൈപ്പറാണ്. അവൻ നമ്മുടെ മണ്ടി ചാടി കയറി നമ്മളിവിടെ തള്ളിയിടും. അതാണ് അവൻ്റെ സ്വഭാവം. ഇവൻ പക്ഷേ ഇങ്ങനെ ഇരുന്ന് തരും, നമുക്ക് സ്നേഹിക്കാനൊക്കെ ഇങ്ങനെ ഇരുന്ന് തരും കേട്ടത്. നുള്ളാനും എടുക്കാനും ഒക്കെ ഇങ്ങനെ ഇരുന്ന്, എനിക്കാണെങ്കിൽ കവളൊക്കെ നുള്ളി ഇങ്ങനെ എടുക്കും എൻ്റെ. മറ്റേനെ പറയുക നടന്നു കഴിഞ്ഞാൽ ഈശ്വര ഞങ്ങളെ കൂടെ ചവിട്ടിയിട്ട് എൻ്റെ മണ്ടയിൽ കയറി ഇരിക്കും. അതാണ് അവൻ്റെ സ്വഭാവം. കാരണം ഇവനങ്ങ് ഹൈപ്പറാണ്. വാലിട്ട് ആട്ടി ആട്ടി നടന്നുകൊണ്ട് ചുമ്മാ വാലിൽ 2 അടിയെ കൊടുത്ത് അന്തിക്ക് 2 അടിയെ കൊടുത്തിട്ടതാ കേട്ടോ. അപ്പോൾ ആട്ടി ആട്ടി പോകുന്നുണ്ട്. അതാണ് അവൻ. അപ്പോൾ ഒരു നേരം അടങ്ങിയിരിക്കില്ല. അവൻ ഇങ്ങനെ അങ്ങ് പാറി പറന്നുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ടാണ് ഈ കഴിക്കുന്നതൊന്നും അവൻ്റെ ശരീരത്തോലും കാണാതെ കണ്ടോ. അവൻ്റെ ഇതുണ്ടോ എന്ന് വെച്ചാൽ നല്ല കുളിപ്പിച്ച് വൃത്തിയായി ഇരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒരു ഇതൊക്കെയാണ്. അവനാണ് നമുക്ക് സ്നേഹിക്കാൻ പറ്റും. സ്നേഹിച്ച അവനങ്ങ് പ്രാന്താണ്. അതാണ് അവൻ്റെ സ്വഭാവം. അപ്പോൾ അതും കൊണ്ടൊക്കെ വൈകുന്നേരം കുറച്ച് നേരം എക്സസൈസ് കളികളൊക്കെ അരിയും കഴിഞ്ഞ ശേഷം പിടിച്ച് കെട്ടിയിടാന്ന് വിചാരിച്ചു. അങ്ങനെ പിടിച്ച് കെട്ടിയിട്ടു. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച ശേഷം ഞാൻ നോക്കുമ്പോഴത്തേക്ക് ബാക്ക് ദൂരെ വിദൂരതയിൽ എനിക്ക് നോക്കി ലിയോ കിടക്കുന്നു കേട്ടോ. അപ്പോൾ ഈ കിടക്കുന്ന ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട് ബാക്കിൽ നിന്ന് നോക്കാനായിട്ട്. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയുള്ളവരെ വിശേഷങ്ങൾ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക.